എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുലാവാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ലഞ്ചിനും ഡിന്നറിനൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് പുലാവാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സബോളയും തൈരൊക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡ് മാത്രം മതി. ഞാനിതിൻ്റെ കൂടെ ഒരു പൈനാപ്പിൾ റൈത്തയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഉണങ്ങിയ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ പീസ് തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 1/4 കപ്പോളം ഗ്രീൻ പീസ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പച്ച ഗ്രീൻ പീസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണെങ്കിൽ ഇതുപോലെ കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണിത്. ഇത് 1/4 ഭാഗം മാത്രമേ വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ, നന്നായിട്ട് വേവിച്ചെടുക്കരുത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ 2.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് അധികം നേരം കുതിർത്തി വെക്കരുത്. 10 മിനിറ്റിന് ശേഷം ഒരു അരിപ്പയിലേക്ക് വെള്ളം കളയാനായിട്ട് വയ്ക്കാം. കുക്കറിലാണ് നമ്മൾ ഈ ഒരു പുലാവ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതോടൊപ്പം 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 2 പീസ് കറുവപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 4-5 ഗ്രാമ്പു, ചെറിയൊരു പീസ് ജാതിക്ക, പിന്നെ ഒരു തക്കോലം, ഒരു ഏലക്ക, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സബോള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർക്കാം. സബോള ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ സ്പൈസസ് ഒക്കെ ചേർക്കുമ്പോൾ ഇടാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ. സവോള അപ്പോൾ ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു പച്ചമുളകും കൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് നമ്മൾ 1/4 ഭാഗം മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ അരിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിവിടെ അരി വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഈ അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അരി കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളതിൽ കുറച്ച് കശുവണ്ടി ഇതിലേക്ക് ചേർക്കാം. ഈ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരിയും കുറച്ച് ഇതിലേക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. പിന്നെ നമ്മളിതിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് 1/4 കപ്പ് കൂടുതലായിട്ട് വെള്ളം ചേർക്കാം. അങ്ങനെ ആകെ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വയ്ക്കാം. 1 വിസിലാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ പീസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നല്ല മണമൊക്കെ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. ബാക്കിയുള്ള കശുവണ്ടിയും ഉണക്കമുന്തിരിയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്കത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. ഏതെങ്കിലും റൈത്തയോ അല്ലെങ്കിൽ സർലാസോ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്